നമ്മൾ വന്നിരിക്കുന്ന കുവൈറ്റിലെ ഫർവാനിയയിലുള്ള ഫ്രൈഡേ മാർക്കറ്റാണ് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മളെ വിനുവാണ് എന്നെ ഇവിടോട്ട് കൊണ്ടുവന്നത്. ഇന്ന് വിനുവിനെ നമ്മളെ യൂട്യൂബിലിടും. വിനു ഭയങ്കര നാണമാണ് കേട്ടോ, ഭയങ്കര നാണം. ആരെ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. ഫ്രൈഡേ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സൂക്ക് അൽ ജുമ നമുക്ക് ഇഷ്ടാനുസൃതമായിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളും ലഭ്യമായിരിക്കുന്ന ഒരു തിരക്കേറിയ വ്യാപാര കേന്ദ്രമാണ്. ഈ മാർക്കറ്റിലെ സന്ദർശകർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അതിനാൽ നമുക്കൊരു ഇൻ്റർനാഷണൽ വ്യാവസായിക അല്ലെങ്കിൽ വിപണന കേന്ദ്രമായിട്ട് ഇതിനെ പറയാം. ഇവിടുത്തെ വിപണി 2 വിഭാഗങ്ങളായിട്ടാണ്. ഒന്ന് പുതിയ സാധനങ്ങളും പഴയ സാധനങ്ങളും. 100 കണക്കിന് സ്റ്റാളുകളാണ് ഇവിടെ കാണപ്പെടുന്ന കെട്ടിടത്തിലുള്ളത്. ഈ ഫ്രൈഡേ മാർക്കറ്റ് ഒരു ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി. ശനിയാഴ്ച രാത്രി 9 മണിയോടെ ആഴ്ചയുടെ വ്യാപാര പ്രവർത്തികൾ അവസാനിക്കുന്നു. ആഴ്ചയുടെ ശേഷിച്ച ദിവസങ്ങളിൽ മാർക്കറ്റ് അടച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ബിസിനസ് അവസാനിക്കുന്നതിന് മുമ്പായി വ്യാപാരികൾ ആകർഷകമായ ഓഫറുകൾ നൽകാറുണ്ട്. മാർക്കറ്റ് ജോലി ചെയ്യുന്ന ഒരു പോർട്ടറുടെ അഭിപ്രായത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ബുധനാഴ്ച രാത്രിയിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് സ്റ്റാളുകളിൽ ക്രമീകരിക്കപ്പെടുന്നു. ബുധനാഴ്ച മാർക്കറ്റിൻ്റെ ഒരുക്കങ്ങൾക്കായി മാത്രമാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഉപയോഗിച്ച ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ അവിടെ തന്നെ വെച്ച് മുന്നേ പരിശോധിക്കുന്നതും മേന്മ ഉറപ്പാക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ്. ഫ്രൈഡേ മാർക്കറ്റിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി അത്യന്തം വൈവിധ്യമാർന്നതാണ്. പായകളും വീടിനുള്ള ഫർണിച്ചറുകളും അടുക്കള ഉപകരണങ്ങളും മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വളരെ വലിയ മെഷീനുകൾ, പിന്നെ കർട്ടനുകൾ, പെർഫ്യൂമുകൾ, വാച്ചുകൾ, അതുപോലെ തന്നെ ഷൂസുകൾ, ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 50 വർഷം പഴക്കമുള്ള പഴയ പാത്രങ്ങളും വിളക്കുകളും അതുപോലുള്ള വിൻറ്റേജ് സാധനങ്ങൾ പ്രത്യേക വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞത് ഒട്ടേറെ സാധനങ്ങൾ വളരെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ഇവിടെ പ്രവാസികൾ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമാണ്. കാരണം വളരെ വിലക്കുറവിൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഫ്രൈഡേ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള പെറ്റ് ഷോപ്പിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. നല്ല വെയിലായതിനാൽ നമ്മൾ അടുത്ത തവണ വിസിറ്റ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒത്തുചേരാനും സൗഹൃദം പങ്കിടാനും ഉള്ള ഒരു വേദിയായി നിലകൊള്ളുന്നു. വെള്ളിയാഴ്ചകൾ തിരക്കേറിയതായിരിക്കുമ്പോഴും കടും വെയിൽ അതിജീവിക്കാൻ മാർക്കറ്റിലെ വിവിധ കിയോസ്കുകളിൽ ലഭ്യമായ ശീതളപാനീയങ്ങൾ വലിയൊരു ആശ്വാസമാണ്. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവത്തിനും സാംസ്കാരിക സമാഗമത്തിനും വേണ്ടിയുള്ള മികച്ച ഇടമാണ് കുവൈറ്റിലെ ഈ ഫ്രൈഡേ മാർക്കറ്റ്. നമ്മുടെ റൂമിലൊക്കെ വെച്ച് അലങ്കരിക്കാൻ പറ്റിയ വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് പൂക്കളുകളും ചെടികളും ഒക്കെ ധാരാളം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു.